നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി എല്ലാവർക്കും ഒരു ഭാരമാവും എന്നൊക്കെയാ പറഞ്ഞത്. എല്ലാവർക്കോ? സഞ്ജുവിന് ഒരു ഭാരമാവാൻ തയ്യാറല്ല എന്നല്ലേ സ്വാതി പറഞ്ഞത്? അവളുടെ മനസ്സ് സഞ്ചരിക്കുന്ന വഴികൾ എനിക്കറിയാം. അതവൾ നിന്നോട് മാത്രമേ കുറച്ചെങ്കിലും പറയൂ. നീ അതെന്നോട് പറയാതിരുന്ന അനാവശ്യ ചിന്തകളിൽ നിന്നും സ്വാതിയെ പിന്തിരിപ്പിക്കാൻ എനിക്ക് കഴിയാതെ വരും. നമ്മൾ രണ്ടുപേരും ഒരേപോലെ മനസ്സ് വെച്ചാലേ ഈ സന്ദർഭത്തിൽ സ്വാതിക്ക് ആത്മവിശ്വാസം വീണ്ടെടുത്ത് കൊടുക്കാൻ കഴിയൂ. എല്ലാത്തിനും നിന്നെ ഞാൻ ആശ്രയിച്ചു പോകുന്നത് അതുകൊണ്ടാ ലക്ഷ്മി. എനിക്ക് അവളില്ലാതെ ജീവിക്കാനാവില്ലെന്ന് നിനക്കറിയാവുന്നതല്ലേ? ചേച്ചിക്ക് എന്തോ നിങ്ങളിലുള്ള വിശ്വാസം കുറഞ്ഞു പോയതുപോലെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്. ചേച്ചി ഒഴിഞ്ഞു പോവാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല. എന്നാ ചേച്ചിയെ നിങ്ങൾ പരിഗണിക്കുന്നില്ലെന്നുള്ള പരിഭവം ആ വാക്കുകളിലുള്ളത്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാ സ്വാതി കടന്നു പോകുന്നത്. അവളെ ഒരിക്കലും കുറ്റം പറയാനാവില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നീ എന്നെ അറിയിക്കണം. അതിനനുസരിച്ച് ഞാൻ അവളെ സമീപിച്ചോളാം. ഇതൊക്കെ തന്നെ ഇവിടെ പതിവായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മോളെ, മോൾ അനുഭവിക്കുന്ന വേദനയൊക്കെ എനിക്കറിയാം. വേദനിച്ചിട്ട് എന്ത് കാര്യങ്ങളമ്മേ ഉള്ളത്? ജീവിതമാകുമ്പോ ആഗ്രഹിച്ചതെല്ലാം കിട്ടിയെന്ന് വരില്ല. കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുക. നിങ്ങളുടെയൊക്കെ സ്നേഹം തന്നെ വലുതല്ലേ? അതൊക്കെ എന്നും ഉണ്ടാവും മോളെ. നമുക്കൊരു ആപത്ത് വരുമ്പോഴല്ലേ ജീവൻ തരാനും തയ്യാറാണെന്ന് പറഞ്ഞു കൂടെ നടക്കുന്നവരുടെ ശരിക്കുള്ള മുഖം മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ വെറുപ്പോടെ അകറ്റി നിർത്തുന്നവർ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് ആപത്ത് കാലത്ത് അറിയാൻ പറ്റും. ഇളയമ്മ എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നേ? ആരെയും ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടില്ല. ഇളയമ്മയോട് ഞാൻ ചിലപ്പോഴൊക്കെ ദേഷ്യപ്പെട്ടതുകൊണ്ടാണോ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? അയ്യോ, ഒരിക്കലും അല്ല. നിന്നോട് ഈ സമയത്ത് ഇതെങ്ങനെ പറയണമെന്നും എനിക്കറിയില്ല. നീ അത് ഏത് സെൻസിലെടുക്കുന്നുള്ള പേടിയും എനിക്കുണ്ട്. ഇളയമ്മ പറ. അമ്മുനും സഞ്ജുവിനും തമ്മിൽ സംസാരിക്കാൻ ഇത്രയ്ക്ക് എന്താ ഉള്ളത്? ഞാനിത് ഈ വീടിന്റെ പല ഭാഗത്ത് വെച്ചും പല തവണയും കണ്ടു. അവന്റെ മുന്നിൽ പോലും പോവാത്തൊരു പെണ്ണായിരുന്നു അമ്മു. ഇപ്പൊ അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സദാ നേരവും അവൾ അവന്റെ നിഴല് പോലെയാ. കിച്ചണിലൊന്നും അവളിപ്പോ കേറാറിയില്ലെന്നാ കാവേരി പറയുന്നത്. ഇളയമ്മ എന്താ കണ്ടത്? അല്ല, മാറി നിന്നുള്ള സംസാരമൊക്കെ തന്നെ. അമ്മുവിന് സഞ്ജുവിനോട് സംസാരിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു വിഷയവും കാണുന്നില്ല. നിന്നെ പറ്റിയാണെങ്കിൽ അവളെക്കാൾ കൂടുതൽ നന്നായി അവനറിയാലോ. മോളെ, ഇതൊരു ഏഷണി പറച്ചിലായി ചിലപ്പോൾ നിനക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ എനിക്കതിന്റെ കാര്യമൊന്നുമില്ല ശ്രീകുട്ടി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയച്ചോട് പറയാത്തത് പേടിച്ചിട്ടാ. അമ്മയോട് ഇളയമ്മ ഇങ്ങനെയൊന്നും പറയരുത്. എന്റെ അവസ്ഥയെപ്പറ്റി അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടാവും. അതിൽ കൂടുതലൊന്നുമില്ല. അല്ല, ഒരു ദിവസം നിന്റെ അവസ്ഥയെപ്പറ്റി എത്ര തവണ സംസാരിക്കും? സഞ്ജുവിന് ഞാൻ അറിയാത്ത മറ്റൊരു മുഖം കൂടിയുണ്ടോ? സഞ്ജു നോ പറഞ്ഞിട്ടും സഞ്ജുന് എന്തുകൊണ്ടാ സഞ്ജുനെ വിടാതെ പിന്തുടരുന്നത്? ഒരു പെണ്ണ് ഒരു പുരുഷന്റെ പിന്നാലെ നിഴൽ പോലെ നടക്കണമെങ്കിൽ
അവൾക്ക് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും അയാളിൽ നിന്നുണ്ടാവില്ലേ? ഞാൻ മണ്ടിയായി പോവാണോ? സഞ്ജുവിന്റെ മനസ്സറിയാൻ മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കണമെന്ന് സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോ സഞ്ജു അതിന് തയ്യാറായി. സഞ്ജു പറഞ്ഞ വാക്കുകളിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ എഴുന്നേറ്റ് പോവല്ലേ അപ്പൊ ചെയ്യേണ്ടിയിരുന്നത്? എന്നിട്ട് പ്രണയത്തെ വാഴ്ത്തി പറയുകയും ചെയ്യുന്നു. ചേച്ചി, കുറച്ചു നേരമായില്ലേ കട്ടിലിൽ ചാരിയിരിക്കാൻ തുടങ്ങിയിട്ട്? ഇനി ഭക്ഷണം കഴിച്ച് മെഡിസിൻ കഴിച്ചിട്ട് കിടന്നാ മതി. ഞാൻ എടുത്തു തരണോ അതോ ചേച്ചി കഴിക്കുന്നോ? എങ്കിൽ കൈ കഴുകാൻ വെള്ളം എടുക്കാം. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടെന്ന് പറയാൻ? വിശപ്പില്ല, അത് തന്നെ. വിശപ്പില്ലെന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കരുത്. മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ. കുറച്ചെങ്കിലും കഴിക്കുക ചേച്ചി, ഞാൻ വാരിത്തരാം. എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെന്തിനു ശല്യം ചെയ്യുന്നേ? ചേച്ചിക്ക് എന്താ പറ്റിയത്? എനിക്ക് പറ്റിയത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എന്റെ 2 കാലുകളും തളർന്നു പോയി. ഇനി ഞാൻ എല്ലാവർക്കും ഒരു ബാധ്യത. മരിക്കയില്ല, കട്ടിലൊഴിയില്ലെന്ന് എല്ലാവർക്കും പറയാം. ചേച്ചി, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ചേച്ചി ആരും അങ്ങനെ ഒരു കാലത്തും കരുതില്ല. ഒരാൾ ഒഴിഞ്ഞു കൊടുക്കുമ്പോഴല്ലേ മറ്റൊരാൾക്ക് അവിടെ കയറിക്കൂടാൻ പറ്റൂ. എല്ലാം കാപട്യങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് അപ്പോഴാ. ചേച്ചി, കുറച്ചു മുമ്പ് വരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഒരാളെ എല്ലാ കാലത്തും വിഡ്ഢിയാക്കാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. ആർക്കും ഞാനൊരു ഭാരമാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ കാരണം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് സഞ്ജുവാ. അത് മനസ്സിലാക്കി സഞ്ജുവിൽ നിന്ന് അകന്നു പോവാൻ ഞാൻ തയ്യാറായപ്പോ സ്വാതിയില്ലാതെ എനിക്കൊരു ജീവിതമില്ലെന്ന് സഞ്ജു പറഞ്ഞു. പക്ഷേ ഞാനത് വിശ്വസിക്കില്ല. അത് സത്യമല്ലേ ചേച്ചി? ചേച്ചിയില്ലാതെ അദ്ദേഹത്തിനൊരു ജീവിതം ഉണ്ടാവില്ല. നിനക്കെങ്ങനെ സഞ്ജുവിന്റെ മനസ്സിലിരിപ്പ് പറയാനാവും? സഞ്ജുവിന്റെ തീരുമാനങ്ങൾ നിന്റെ കയ്യിലാണോ ഇരിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.